Hello, good morning students. Welcome to my next video lecture. In this video, I wish to discuss about the identification of molecule using H1 NMR and IR spectrum. We know the basic principle behind H1 NMR and IR spectrum or IR technique. For a chemist, or for a chemistry student, H1 NMR and IR ടെക്നിക്സ് എന്നുള്ളത് ഭയങ്കര ഇൻഫോർമേഷൻ വേണ്ട, അല്ലെങ്കിൽ വളരെ ഉപകരിക്കുന്ന അവരുടെ റിസർച്ച് പേർപ്പസിനോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനോ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ടെക്നിക്കുകളാണ്. ദ റീസൺ എന്ന് പറയുന്നത്, ഈ രണ്ട് സാധനങ്ങളും പണ്ട് കാലങ്ങളിൽ നമുക്കൊരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കണമെങ്കിൽ വി ആർ മൂവിങ് ഫോർ സ്ട്രക്ചർ എലൂസിഡേഷൻ ടെക്നിക്സ് ഓർ ബൈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ടെക്നിക്സ്. The main important thing is that ആ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ടെക്നിക്കാണ്. വൺസ് നമ്മൾ അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി എക്സ്പെരിമെൻസിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ച കെമിക്കൽസ് റീജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ഇൻ H1 NMR IR സ്പെക്ട്രത്തിൽ നമ്മൾ വളരെ കുറച്ച് മൈക്രോ ലെവലിലുള്ള കെമിക്കൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം മതി. കെമിക്കൽസിൻ്റെ കൺസപ്ഷൻ കുറവാണ്, ഇൻസ്ട്രുമെൻറ്റേഷനാണ്, പ്രിസിഷൻ കൂടും. ഓക്കെ, ബട്ട് ദ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒരു മോളിക്യൂളിൻ്റെ NMR സ്പെക്ട്രവും IR സ്പെക്ട്രവും എടുക്കണമെങ്കിൽ ദ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വിത്ത് ബോത്ത് ഹാവ് NMR ആൻഡ് IR ആക്റ്റീവ്. വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ NMR ആക്റ്റീവ് ആൻഡ് IR ആക്ടിവിറ്റി? ദ കണ്ടീഷൻ ഫോർ NMR ആക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് ദ ആറ്റം ഷുഡ് നോട്ട് ഹാവ്, അല്ലെങ്കിൽ ഷുഡ് നോട്ട്, ഐ വാല്യൂ ഷുഡ് നോട്ട് ഈക്വൽ ടു 0 ഓർ ഇറ്റ് ഷുഡ് it have a dipole, it should have a nuclear spin value. I value equal to 0 എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ സ്പിൻ വാല്യൂ 0 ആയിരിക്കും. അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ കാരണം എന്താണ്, ന്യൂക്ലിയർ ട്രാൻസിഷൻ നടക്കണമെങ്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ ടു സേ ദാറ്റ് എ മോളിക്യൂൾ ഈസ് സെഡ് ടു ബി IR ആക്റ്റീവ്, ഇറ്റ് ഷുഡ് പൊസസ് എന്ത് വേണം? ഇറ്റ് ഷുഡ് പൊസസ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഡ്യൂറിങ് വൈബ്രേഷൻ. അപ്പോൾ അങ്ങനെ ഉള്ള NMR ആക്റ്റീവായിട്ടുള്ള ആറ്റമുള്ള ഒരു കോമ്പൗണ്ടും IR ആക്റ്റീവായിട്ടുള്ള ഒരു കോമ്പൗണ്ടും എടുത്ത്, ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും H1 NMR സ്പെക്ട്രം എടുക്കാം, IR സ്പെക്ട്രം എടുക്കാം. ഈ രണ്ട് സ്പെക്ട്രത്തിൽ നിന്ന് ഓൾമോസ്റ്റ് നമ്മളൊന്ന് ഒരു ക്ലോസ് വാച്ച് നടത്തി കഴിഞ്ഞാൽ ഏതാണ് ആ മോളിക്യൂൾ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നത്. ലെറ്റ് us move to that. The first point is that NMR spectrum give an information about structure of molecules. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NMR സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെയിൻ ഇൻഫോർമേഷൻ ആ മോളിക്യൂളിൻ്റെ ഘടന എങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയെന്നാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എനിക്കൊരു സ്പെക്ട്രം കിട്ടി, ആ സ്പെക്ട്രത്തിൽ എത്ര പീക്ക് ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഘടന വരുന്നത്. അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. രണ്ട്, IR സ്പെക്ട്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ് ആൻ ഇൻഫോർമേഷൻ അബൌട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. NMR സ്പെക്ട്രം സ്ട്രക്ചർ, ഓരോ സാധനങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നു, ഓരോ കാർബൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ എവിടെ ഇരിക്കുന്നു, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് എവിടെ ഇരിക്കുന്നു, ഹൈഡ്രോക്സി OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് എവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു തരുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിയാണ് IR സ്പെക്ട്രം. അപ്പോൾ ഇവൻ സ്ട്രക്ചർ തരും, ഇവൻ ഏതാണ് ഗ്രൂപ്പ് എന്ന് പറയും, ഓൾമോസ്റ്റ് പണി അതോടുകൂടി തീർന്നു. ഓക്കെ, അതെങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഫെമിലിയർ വിത്ത് സം പോയിൻറ്റ്സ്. NMR സ്പെക്ട്രം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്ര സിഗ്നൽസ് ഉണ്ടോ അത്രയും പ്രോട്ടോൺസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് മീഥെയിൻ ആയിരുന്നു, CH4. മീഥെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കാർബൺ ആറ്റം, 4 ഹൈഡ്രജൻ ആറ്റം സൈഡിലേക്ക്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അതിന് എത്ര സിഗ്നൽസ് ഉണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 1 signal. Even it containing 4 hydrogen atom, all the 4 hydrogen atoms are in same equivalent environment, so we can say that it have only 1 signal. കാരണം ഡിഫറെൻറ്റ് എൻവയോൺമെൻ്റ് ആണെങ്കിൽ ഡിഫറെൻറ്റ് പീക്സ് നമുക്ക് തരത്തുള്ളൂ, ഡിഫറെൻറ്റ് സിഗ്നൽസ് നമുക്ക് തരത്തുള്ളൂ. സോ വാല്യുബിൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിഗ്നൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര ടൈപ്പ് ഓഫ് എത്ര പ്രോട്ടോൺസ് ഉണ്ടെന്നല്ല, എത്ര ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് പ്രോട്ടോൺ ഉണ്ടെന്ന് നമുക്ക് H1 NMR സ്പെക്ട്രത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 4 സിഗ്നൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ്, 4 തരത്തിലുള്ള പ്രോട്ടോൺസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് പഠിക്കാൻ പറ്റും.
ഇപ്പം നോർമലി നമുക്ക് അറിയാൻ പറ്റും കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂവും കൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും എന്തുമാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പീക്ക് റെഫറൻസിൽ നിന്ന് നീങ്ങുന്നു. ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഷിഫ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഷിഫ്റ്റ്. ഏതാണ് NMR യൂസ് ചെയ്യുന്ന റെഫറൻസ് മെറ്റീരിയൽ? നമുക്കറിയാം ഏതാണ്? ദാറ്റ് ഈസ് TMS. വാട്ട് യു മീൻ ബൈ TMS? യെസ്, ടെട്രാ മീഥൈൽ സിലൈൻ അല്ലെങ്കിൽ സിലിക്കൺ. അപ്പോൾ അതെന്തുകൊണ്ടാണ് റെഫറൻസ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ കാരണം? അതിൻ്റെ ഷാർപ്പ് പീക്കാണ്, ഇൻറ്റൻസ് പീക്കാണ്, അത് ഇനേർട്ടാണ്, അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് 0 ആണ്. അങ്ങനെ കുറേ പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലി TMSൻ്റെ പീക്ക് 0 ആണ്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് എന്തുമാത്രം നീങ്ങിയിട്ടാണ് നമ്മുടെ പീക്ക് ഇരിക്കുന്നത്, ആ പോയിന്റ് എന്തുമാത്രം. അപ്പോൾ ആ ഗ്യാപ്പ് ഒരു മെഷർ, ഒരു PPMൽ നമ്മൾ മെഷർ ചെയ്തെടുത്ത ആ ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ആ PPM വാല്യൂവിന് വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ്. ഓരോ ഗ്രൂപ്പുകൾക്ക് ഓരോ PPM വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ CH3 ഗ്രൂപ്പ് ആണെങ്കിൽ മിക്കവാറും അതിൻ്റെ പീക്ക് വരുന്നത് 0.9 1.5 ഇടയ്ക്കായിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇത് മാത്രം, വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലെങ്കിൽ. ഇതേ CH3ക്ക് ചുറ്റും ഏതെങ്കിലും ഒരു ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ്, മേ ബി ഒരു Cl ആവാം, അല്ലെങ്കിൽ Br ആവാം, അല്ലെങ്കിൽ ഒരു C ഡബിൾ ബോണ്ട് O ആകാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന CH3ന്ന് ഇലക്ട്രോണിനെ വലിക്കാൻ കഴിവുള്ള ഗ്രൂപ്പ് ഈ CH3യുടെ അടുത്തുണ്ടെങ്കിൽ എന്ത് പറ്റും? അവിടെ ഡീഷീൽഡിങ് എഫക്റ്റ് ചെറുതായിട്ട് വരും. കാരണം ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഇലക്ട്രോൺസിനെ വലിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഷീൽഡിങ് കുറയും, അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് കൂടും. അങ്ങനെയുള്ള CH3 ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5നും 3ക്കും ഇടയ്ക്കായിരിക്കും. അതുപോലെ തന്നെ ഈ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ബെൻസീൻ റിംഗ് ഉണ്ടോ എന്ന് അറിയില്ല. ബെൻസീൻ റിംഗ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ പീക്ക് നോക്കുമ്പോൾ 6.5ൻ്റെയും 8.5ൻ്റെയും ഇടയ്ക്ക് പീക്ക് ഉണ്ടോ നോക്കിയാൽ മതി. ഞാനൊക്കെ നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അതാണ്. അങ്ങനെ 6.5നും 8.5നും ഇടയ്ക്ക് പീക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ എഴുതും ദർ ഈസ് എ ബെൻസീൻ റിംഗ് ഈസ് എക്സസ്. പകുതി പരിപാടി കഴിഞ്ഞു, പകുതി മാർക്ക് കിട്ടി. രണ്ടാമതെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇന്നത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. 9.5നും 10.5നും ഇടയ്ക്ക് ഒരു പീക്ക് ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് ആൽഡിഹൈഡ് പ്രോട്ടോൺ, CHO പ്രോട്ടോൺ, അതിൽ H ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ വാല്യൂസ് എത്രയാണോ അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. രണ്ടാമത്തേന്ന് പറയുന്നത് ഇതാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു എക്സാമ്പിളാണ് NMR സ്പെക്ട്രത്തിൻ്റെ. ഇപ്പോൾ ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ദ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ്. യു ക്യാൻ സീ 0, 1, 2, 3, 9 അങ്ങനെ കുറച്ച് നീണ്ടുപോകും. 14, 15 വരാപ്പോൾ 14 ഓൾമോസ്റ്റ് വരുന്നത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഏരിയ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് PPM. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റൻസിറ്റിയാണ്, എന്തുമാത്രം ഹൈറ്റ് ഉണ്ട് എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. യു ക്യാൻ സീ ദർ 0ൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന TMS ആണ്. അപ്പോൾ TMSൻ്റെ ചെറിയ പീക്ക് കാരണം അത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് യു ക്യാൻ സീ ദാറ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്ക് ഒരു കൃത്യം വാല്യൂ അറിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയും, വേറൊരു ടെക്നിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം ഇവിടെയായിട്ട് നമുക്കൊരു പീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ബാക്കിയുണ്ട്, ദൈവമേ 2നും 3നും ഇടയ്ക്ക് ഒരു പീക്കാണ് വന്നേക്കണേ. അത് ഇൻറ്റൻസിറ്റി അറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി അറിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സിംഗ്ലറ്റ് ആണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. കാരണം എന്താ, ഇത്തിരി നമ്മൾ പഠിച്ചു ഒരു 1.5നും 3നും ഇടയ്ക്കിട്ടാണ് ആലിഫാറ്റിക് കാർബൺ ആറ്റം. ബട്ട് അവിടെ പ്രശ്നമുണ്ട്, ദർ ഈസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഈസ് പ്രസൻറ്റ്. അത് വേണമെങ്കിൽ Cl ആവാം, ചിലപ്പോൾ C ഡബിൾ ബോണ്ട് ആവാം. അത് ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് IR സ്പെക്ട്രത്തിലേക്ക് പോകണം. നോക്കി മക്കളെ, ഇതേ ഇവിടെ അടുത്ത ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 7.5നും 8നും ഇടയ്ക്ക് 2 പീക്ക് വന്നിട്ടുണ്ട്. വേറെ പീക്കുകളൊന്നുമില്ല. ഉറപ്പിച്ചോ, ബെൻസീൻ റിംഗ് ഉണ്ട്, പിന്നെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ ബെൻസീൻ റിംഗിൽ CH3 ഗ്രൂപ്പ് മാത്രമാണ് വരുന്നത് എങ്കിൽ, 12 വരുന്നതെങ്കിൽ അതിൻ്റെ പീക്ക് 0.9നും 1.5നും ഇടയ്ക്ക് വരും. അല്ല, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതോ ഒരു സാധനമുണ്ട്. നോക്കി, അസറ്റോഫിനോൺ ആണ്. അസറ്റോഫിനോൺ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിൽ ഒരു C ഡബിൾ ബോണ്ടോ, അവിടെ നിന്ന് ഒരു CH3. അപ്പോൾ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് കൂടി വന്നതുകൊണ്ടാണ് ഈ പറയുന്ന സ്പെക്ട്രം ഇത്തിരി നീങ്ങിയത്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാമത്. അപ്പോൾ C ഡബിൾ ബോണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കിപ്പോൾ NMR സ്പെക്ട്രത്തിൽ പറ്റത്തില്ല. കാരണം എന്താ, ഇതിൽ H ഇല്ല. C ഡബിൾ ബോണ്ടോയിൽ H ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ബെൻസീനില്ല എന്ന് ആൽഡിഹൈഡ് ഇല്ല എന്ന് മനസ്സിലായി. കാരണം അങ്ങനെയാണെങ്കിൽ 10 പീക്ക് ഉണ്ട്. 10 പീക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് ക്രോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് NMR IR സ്പെക്ട്രത്തിലേക്ക് പോകാം. IR സ്പെക്ട്രത്തിൻ്റെ ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പീക്ക് പൊസിഷൻസ് എന്ന് പറയുന്നത് ഒരു 1700 പീക്ക് വന്ന് അപ്പം തന്നെ ഉറപ്പിച്ചോ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൽഡിഹൈഡ് ആവാം, ചിലപ്പോൾ കീറ്റോൺ ആവാം, ചിലപ്പോൾ കാർബോക്സിലിക് ആസിഡ് ആവാം, അങ്ങനെ അമൈഡ് ആവാം.
അങ്ങനെ എന്തു വേണമെങ്കിലും ആകാം. അപ്പോൾ അതുപോലത്തെ ഗ്രൂപ്പുകൾ, ഈ ഡബിൾ ബോണ്ട് ഗ്രൂപ്പുള്ള ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അപ്രോക്സിമേറ്റ്ലി 1700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. കാരണം ഇൻ IR സ്പെക്ട്രം വി ആർ നമ്മൾ പ്രധാനമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. അതുപോലെ തന്നെ വെരി ഇൻഫോർമേഷൻ അബൌട്ട് ആൽഡിഹൈഡ് ഗ്രൂപ്പ് നമ്മളവിടെ പറഞ്ഞു 10.5-നും 9.5 9.5 10.5 ഇടയ്ക്ക് ദർ ഈസ് എ പീക്ക് ഈസ് എക്സിസ്റ്റ് ഇൻ NMR. വി ക്യാൻ സേ ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ആൽഡിഹൈഡ്. ഇറ്റ് ക്യാൻ ബി കൺഫേംഡ് ബൈ സീയിങ് എ ടു പീക്സ് ബിറ്റ്വീൻ 2700 ആൻഡ് 2800. 2700-നും 2800-നും ഇടയ്ക്ക് ഒരു പീക്ക് വന്നാൽ ഉറപ്പിച്ചു പറഞ്ഞു അത് എന്ന് പറയുന്നത് ആൽഡിഹൈഡിൻ്റെ ഒരു പ്രസൻസ് ആയിരിക്കും. അതുപോലെ തന്നെ 3050 അരോമാറ്റിക് സിസ്റ്റം CH ബെൻസീൻ ഉണ്ടെങ്കിൽ 3050-യുടെ അടുത്തുണ്ടാവും. അതുപോലെ തന്നെ 1600-ലാണെങ്കിൽ അരോമാറ്റിക്കിൻ്റെ വേറൊരു പീക്ക് വരും. 1475 ആണെങ്കിൽ അരോമാറ്റിക്കിൻ്റെ ഒരു പീക്ക് വരും. 600 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. നിങ്ങളിത് നോട്ട് ചെയ്തോളണം, കാരണം പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് വായിക്കുന്നത്. 600 സെൻറ്റിമീറ്റർ ആണെങ്കിൽ CCl ബോണ്ട് വരും. 1450 ആണെങ്കിൽ ഓൾമോസ്റ്റ് ആലിഫാറ്റിക് വരും. CS3 ഗ്രൂപ്പിൻ്റെയാണ് ഈ രണ്ട് ഇൻഫർമേഷൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ തരുന്നത് 1700 ആണെങ്കിൽ C ഡബിൾ ബോണ്ടോ, ആൽഡിഹൈഡ് ആണെങ്കിൽ 2700 ആൻഡ് 2800. ഒരു 3050-യുടെ അടുത്തൊക്കെ ആണെങ്കിൽ അരോമാറ്റിക്. 1600 1000 4755 ആണെങ്കിൽ അരോമാറ്റിക്. CCl ബോണ്ട് ആണെങ്കിൽ ഉറപ്പിച്ചു ദാറ്റ് ഈസ് മേ ബി എക്സിസ്റ്റൻസ് ഓഫ് CL 600 ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ്. ഏകദേശം ഇതുപോലെ ഇരിക്കും IR സ്പെക്ട്രം. കാണുമ്പോൾ തന്നെ നമ്മുടെ അന്തം വിട്ടു പോകും. അസറ്റോഫിനോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി ഒരു ബെൻസീൻ കണ്ടോ, ഒരു 3000-ൻ്റെ അടുത്ത് ഒരു പീക്ക് വേണം അല്ലേ? കാരണം എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗ് ഉണ്ടാവണമെങ്കിൽ 3050-യുടെ അടുത്ത്, ഒരു 3100-ൻ്റെ അടുത്തുണ്ടോ നോക്കിയതേ പീക്ക് എടുക്കണുണ്ടോ? യെസ്, അതെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും എന്ത്, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആലിഫാറ്റിക് ആയിട്ടുള്ള കാർബൺ ആറ്റമാണ് അരോമാറ്റിക് കാർബൺ ആറ്റം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഒരു പീക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1700-ലൊരു പീക്ക് വന്നിട്ടുണ്ട്. 1000 ഇത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചത്. ഇത് 1600-ൻ്റെ പീക്കാണ്. ആ 1600 എന്ന് പറഞ്ഞ ബെൻസിൻ റിംഗ് ആണ്. ഇതിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒന്ന് ബെൻസാൽഡിഹൈഡും 2 അസറ്റോഫിനോണും. അതെങ്ങനെയാണെന്ന് പറയാം. നമ്മൾ ആദ്യം എടുക്കുന്നത് H1 NMR സ്പെക്ട്രമാണ്. ഇതാണ് ബെൻസാൽഡിഹൈഡിൻ്റെ H1 NMR സ്പെക്ട്രം. ഇതിൽ നിന്നൊരു പ്രൈമറി ഡേറ്റ എടുക്കുകയാണെങ്കിൽ 0-ലൊരു പീക്ക് ഉണ്ട്. അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, that is the peak of TMS. ബട്ട് ഒരു ഇവിടെ നിന്ന് ഇതിനിടയ്ക്ക് ഇത് കൃത്യം വാല്യൂസ് എങ്ങനെയാണ് നമുക്കറിയണം. 10 ഏകദേശം വന്നിട്ട് നമുക്കൊരു പീക്ക് വന്നു. ഇപ്പോൾ ആൽഡിഹൈഡ് ഉണ്ടെന്നറിയാം, അരോമാറ്റിക് ഉണ്ടെന്നറിയാം. ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു സൈറ്റും കൂടി ഇപ്പോൾ തന്നെ പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ ബെൻസാൽഡിഹൈഡിൻ്റെ ഒരു NMR IR പീക്കാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കൃത്യം വാല്യൂ എവിടെയാണ് വന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒരു ചെറിയ വെബ്സൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ വെബ്സൈറ്റാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ദിസ് ഈസ് കെംസ്പൈഡർ. ഇതാണ് കെംസ്പൈഡർ എന്ന് പറയുന്ന വെബ്സൈറ്റ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു സെർച്ച് ബോക്സ് ഉണ്ട്. അവിടെ നമുക്ക് ആവശ്യമുള്ള മോളിക്യൂള് പേര് സെർച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഗിവ് സം റിസൾട്ട്സ്. ഈ പറയുന്ന വെബ്സൈറ്റിൽ അതിൻ്റെ ഡേറ്റാസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ദ ഡേറ്റാസ് ആർ ലൈക്ക് ദിസ്: നെയിം, properties such as the spectra, ventures, articles, etc. ആൻഡ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് സ്പെക്ട്രംസ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ആ വാല്യൂസ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ H1 NMR സ്പെക്ട്രം. യു ക്യാൻ സീ ദിസ് ഈസ് ദ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് ആൻഡ് വി നോ ദാറ്റ് ഇറ്റ്സ് യൂണിറ്റ് ഇസ് ppm. ആൻഡ് യു ക്യാൻ സീ എത്ര ppm ആണ് എന്നുള്ളത് മുകളിൽ ഒരു റെഡ് ഇതിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഐ ആം പുട്ടിങ് ദിസ് ആരോ ഇൻ ദിസ് പർട്ടിക്കുലർ ദിസ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസ് -0.03. that is approximately we can take as 0. that is the peak of TMS. we know that is the reference material. You can see this is a peak and I mark it as 7.45 and this is a QNet. That is not QNet, and this is mark it as 7.91 and this is the peak at 10.04, which means ഏത് പൊസിഷനിലാണോ പീക്ക് വന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന വെബ്സൈറ്റ് നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റിയും കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ മോളിക്യൂൾ ഏതാണെന്ന് മനസ്സിലാകും. ഞാനിപ്പോൾ മറ്റേ സ്പെക്ട്രത്തിൽ മുമ്പ് കാണിച്ചതിൻ്റെ അതേ സ്പെക്ട്രംസ് തന്നെയാണ് ഇവിടെ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്.
ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ ഇതിൻ്റെ 2-3 സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷനുള്ള ഒരു പ്രൊവിഷനാണിത്. നമ്മൾ ഈ ബ്ലൂ ബട്ടൺ പിടിച്ച് ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ആ ഭാഗം ഏത് ഭാഗമാണോ കാണേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ഏറ്റവും അറ്റത്തെ പീക്കിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നു. ഞാനിവിടെ നോക്കിയപ്പോൾ ഒറ്റ പീക്ക് മാത്രമേ ഉള്ളൂ. ഒറ്റ പീക്ക് മാത്രമുള്ളതിനെ വിളിക്കുന്ന പേരാണ് സിംഗ്ലറ്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ is 10.01. According to the standard data, it indicates that if a singlet peak is exist at between 9.5 and 10.5, that indicate the presence of aldehyde. Okay, so from this single peak it is clear that the compound may contain the aldehyde group. Then I am moving to the next peaks and I can see that the peaks is between 7.89 and 7.4. So if any peaks വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു ചെറുതൂടും വന്നിട്ടുണ്ട്, just discard it. So and this peak is maybe due to the not maybe നമ്മൾ പഠിച്ചിട്ടുണ്ട് 6.5നും 8.5നും ഇടയ്ക്ക് NMR peak വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ that is due to the presence of benzene ring. So this compound may contain benzene ring and this compound may contain aldehyde group. ഇത് രണ്ടിൽ നിന്നും നമുക്ക് ഏകദേശം സ്ട്രക്ചർ കണ്ടു. ബെൻസാൽഡിഹൈഡിൽ വേറെ ഒന്നും തന്നെയില്ല. You can see there is a benzene ring and there is a C double bond or H group. ഇവിടെ H ഉണ്ട്, ഇൻസ്റ്റഡ് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. സോ നമ്മൾ കണ്ടുപിടിച്ച ഡേറ്റാസ് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. CHO ആണ്, CHOയും ബെൻസീനും ഉണ്ടെന്ന് മനസ്സിലായി. ബട്ട് അത് ക്ലിയർ ആകണമെങ്കിൽ വി ഹാവ് ടു ക്ലാരിഫൈ ഇറ്റ് യൂസിങ് ദ IR സ്പെക്ട്രം. IR സ്പെക്ട്രം എന്ന് പറയുന്നത് ഇതാണ്. സോ ക്യാരക്ടർ C ഡബിൾ ബോണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു. C ഡബിൾ ബോണ്ടോൻ്റെ പീക്ക് നമ്മൾ ഇത്തിരി മുമ്പ് നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് അറ്റ് 1700 അപ്രോക്സിമേറ്റ്ലി. യു ക്യാൻ സീ ദാറ്റ് 1695 അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഉണ്ട്. CHOൻ്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് പീക്ക് ദർ ഈസ് 2 peaks is exist at between 2700 and 2000 ഒരു 700 ഒരു 2050ക്കും ആ ഒരു 2800നും ഇടയ്ക്ക് ഒരു 2 പീക്കുകൾ വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പീക്ക് ഓഫ് CHO. അപ്പോൾ ഇതും ഈ പീക്കിൻ്റെ ഈ ലാർജ് പീക്ക് ആൻഡ് ദീസ് 2 peaks indicate the presence of aldehyde group. Then we have to confirm the presence of the benzene ring and we can see that there is a 3100 approximately there is a peak that is 3057 and that indicates the presence of benzene ring and one more peak 1600 ൻ്റെ അടുത്തൊരു peak ഉണ്ടെങ്കിൽ that is benzene ring. So from all these assumptions let us clear that the structure is ബെൻസിൻ. നോർമലി നമുക്ക് ഒരു കോമ്പൗണ്ടിൽ നിന്ന് സ്ട്രക്ചർ ഈ പറയുന്ന സ്പെക്ട്രത്തിൽ നിന്ന് കോമ്പൗണ്ട് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ കുട്ടികളായതിനാൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി മാത്രമാണ് നടത്തിയത്. സിമിലർലി അസറ്റോഫിനോണ്ട്, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് അസറ്റോഫിനോ. അതിലെന്തൊക്കെയുണ്ട്? ദർ ഈസ് എ ബെൻസിൻ റിംഗ് ആൻഡ് ദർ ഈസ് എ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ആൻഡ് ദർ ഈസ് എ CH3 ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പീക്ക് ഉണ്ടാവും? ബെൻസീൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് NMR പീക്ക് ആണെങ്കിൽ ബെൻസീൻ്റെ ഒരു 6.5നും 8.5നും ഇടയ്ക്കൊരു പീക്ക് ഉണ്ടാവും. C ഡബിൾ ബോണ്ടോയ്ക്ക് NMR പീക്കില്ല. ബട്ട് CH3 ഈസ് അറ്റാച്ച്ഡ് ടു എ C ഡബിൾ ബോണ്ടോ. C ഡബിൾ ബോണ്ടോ എന്നൊരു ഇലക്ട്രോൺ നെഗറ്റീവ് ആയതിനാൽ നോർമലി വി എക്സ്പെക്ട് ദാറ്റ് ദർ ഈസ് എ പീക്ക് ബിറ്റ്വീൻ 2.5 to 3.4. അപ്പോൾ അങ്ങനെയുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ആ സ്പെക്ട്രത്തിലേക്ക് പോവുകയാണ്. ദിസ് ഈസ് ദ NMR സ്പെക്ട്രം. ദർ ഈസ് എ പീക്ക് അറ്റ് 2.5 കണ്ടല്ലോ. 1.5 and 3.5 ഇടയ്ക്കായിരിക്കും. അപ്പോൾ 2.57 ഒരു പീക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് CH3 കൺഫേംഡ്. നമുക്ക് നോക്കാം. അതിൻ്റെ ചിലപ്പോൾ തൊട്ടടുത്ത് വല്ല സ്പീഷീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി മാറും. നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. ബട്ട് ഞാനതൊന്ന് കുറച്ചും കൂടി ഒന്ന് നീട്ടി കൊണ്ടുപോവുകയാണ്. യു ക്യാൻ സീ ദാറ്റ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ദണ്ടോ, ഇറ്റ് ഈസ് എ സിംഗ്ലറ്റ് പീക്ക് വിച്ച് മീൻസ് ഈ പറയുന്ന CH3 ഈസ് എലോൺ. ഇറ്റ് cannot coupled with anyone. Okay, then you have to confirm the presence of this benzene group. Benzene group in the peak, it should be between 6.5 and 8.5. Let me check. Did you see any peaks? And ഇപ്പോൾ 6.5 ഒക്കെ ആയിട്ടുള്ളൂ. കുറച്ചും കൂടി നമുക്കൊന്ന് പോയി നോക്കാം. ഇഫ് എനി പീക്സ്, യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ പീക്ക് വിൽ ബി സ്റ്റാർട്ടഡ് അറ്റ് 7.4 ആൻഡ് ഇറ്റ് വിൽ ബി എൻഡഡ് അറ്റ് almost 8. So there is 6.5 8.5 ൻ്റെ ഇടയ്ക്കും പീക്ക് ഉണ്ട്. that indicate or that infer the presence of aldehyde group. Okay, so we can say that there is no other peaks. So it is clear that the compound may contain one benzene ring and there is a CH3 group.
അപ്പം അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു എക്സ്പെക്റ്റ് ടോൾവീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബെൻസീനും ഒരു CH3 ഗ്രൂപ്പുമാണ്. ബട്ട് ടോൾവീൻ വന്നു കഴിഞ്ഞാൽ വേറെ കപ്ലിങ്ങിനൊക്കെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസറ്റോഫിനോണിൻ്റെ ഇൻഫ്രാറെഡ് സ്പെക്ട്രം എടുത്ത് നോക്കുകയാണ്. ദിസ് ഈസ് ദ ഇൻഫ്രാറെഡ് സ്പെക്ട്രം. You can see that the largest peak at 61682. What is the inference? Yes dears, it is due to the presence of an C double bond group. അപ്പോൾ CH3യുടെ അപ്പുറത്തുള്ള ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഏതാണെന്ന് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് C ഡബിൾ ബോണ്ടോ. ബട്ട് മേ ബി അത് CHO ആവാം. CHO ഉണ്ടോ? ഇല്ല. ബിക്കോസ് 2700 ആ റേഞ്ചിൽ വല്ല പീക്കും ഒന്നും വന്നിട്ടില്ല. ബട്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി C ഡബിൾ ബോണ്ടോയാണ്, CH3 ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ 3100 അടുത്ത് ഒരു പീക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് മറ്റേ അരോമാറ്റിക് റിംഗ്. അതുപോലെ തന്നെ യു ക്യാൻ സി 1350 അടുത്തൊക്കെ കുറേയും പീക്സ് വന്നിട്ടുണ്ട്. 1300 ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് CH3 ഗ്രൂപ്പ്സ്. അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡേർഡ് ഡേറ്റാസ് എല്ലാം കൂടി നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്കിതുണ്ടോ ഈ ഡേറ്റാസും അപ്പുറത്തും ഇതേ പടങ്ങൾ തന്നെയാണ് ഞാൻ അപ്പുറത്തും കാണിച്ചു തന്നിരിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ആ പീക്സ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഫ് യു ഗോൺ ത്രൂ ദീസ് വാല്യൂസ്, ഈ വാല്യൂസ് ആൻഡ് ദീസ് വാല്യൂസ്, ഈ രണ്ട് വാല്യൂസും ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് നമുക്കൊരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ പറയാൻ പറ്റും. That's about today's session. So please study the values. ആ വാല്യൂസ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. So thank you. Have a nice day.